നാളെ വൈകിട്ടത്തെ കയറി വെച്ചേക്കണം, അവന്മാരൊക്കെ വരും. വെള്ളം തെളിച്ച് വെള്ളം കളിച്ച് അവനെ തേടി അവരോട് മാർക്കറ്റിൽ വെച്ചിട്ട് കപ്പ മേടിച്ചോണ്ട് വരാൻ പറ. അവൻ പള്ളിയിൽ പോയിട്ട് വന്നില്ല. ഇതേവരെ വന്നില്ലേ? എന്നത്ര പോയതാ? ഇന്ന് എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ക്ലാസ് കുറെ ദിവസമായി പരിപാടി പറഞ്ഞിട്ട്. നിങ്ങൾ എന്നെ കാണിക്കുന്നത്? നിങ്ങളിത് എവിടെ പോവാ? ഇപ്പൊ തന്നെ 100 പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ഇനി പള്ളിയിൽ കൂടെ പോയി പ്രശ്നം ഉണ്ടാക്കി ഇനി അവരെയും കൂടെ വെറുപ്പിക്കണോ? ഈ കത്തനാരന്മാരെ പള്ളിയിൽ ഒരു തൊഴിലും ഇല്ലാതെ ഓരോ പണി ഉണ്ടാക്കി വെച്ചോളും. എന്നിട്ട് ഇവിടുത്തെ പിള്ളേരെ അങ്ങോട്ട് വിളിക്കും. ഇവിടെ ഒരു പണിക്ക് നോക്കി കഴിഞ്ഞാൽ ഇവരെ കിട്ടത്തുമില്ല. ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ലടി. ഞാനിന്ന് ശരിയാക്കി തരാം. എന്റെ മനുഷ്യൻ നിങ്ങളിപ്പോ പോകണ്ട. ഇപ്പൊ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയ്ക്ക് ഇനി എനിക്ക് വയ്യ. ഇനി ആ പള്ളിക്കാരെ കൂടെ വെറുപ്പിക്കാനേ ഉള്ളൂ. എനിക്ക് വയ്യ. എന്നാ ചെയ്യാനാന്ന് പറ. ഇനി എന്നേലും പോയി കാണിക്കട്ടെ. പള്ളിയുടെ പടി കയറാത്തവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ? ദൈവത്തെങ്കിലും കുറച്ച് പേടിയുണ്ട്. സൂക്ഷിച്ച്. നീ വന്ന് കയറിയപ്പോഴെങ്കിലും അവൻ നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടുവെള്ളം അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചാച്ച. അപ്പൊ മക്കളെ, ഇന്ന് നമ്മളെന്താ പഠിച്ചേ? കൂതാശകൾ അല്ലേ? എത്ര കൂതാശകളുണ്ട്? 7. വെരി ഗുഡ്. ഏതൊക്കെ കൂതാശകളാ ഉള്ളേ? അറിയോ? ഒന്ന് പറയോ? പിന്നെ പ്രവേശന കൂതാശയാണ്. അത് മാത്രമല്ല, നാം ദൈവത്തിന്റെ മക്കളും സഭയുടെ അംഗങ്ങളുമാണ്. അച്ചോ, എന്റെ കൊച്ചിനെ ഇറക്കി വിടണം. അച്ചോ, ഇത് ജോണിച്ചായനാ. ഈ റോണിയുടെ പപ്പയാ. അവനെ പറഞ്ഞുവിടാൻ എന്നാ താമസം? അവനെ കൊണ്ട് എന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ട് വീട്ടില്. ജോണി ചേട്ടാ അറിയാം, ഇച്ചിരി ലേറ്റായി. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടെ. അവനെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നെങ്കിലേ അവനെ കൊണ്ടേ പോവുള്ളൂ. മര്യാദക്ക് ഇറക്കി വിട്. റോണി ചെൽ. റോണിയുടെ അപ്പൊ ഭയങ്കര പ്രശ്നക്കാരനാണ്. നേരത്തെ ഇരുന്ന അച്ഛൻ്റെ ലോഹയിലൊക്കെ കയറി പിടിച്ചേ. എന്റെടാ, ഇടവക മൊത്തം ടെററാണല്ലോ. അച്ഛൻ ടെറർ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതല്ലേ ആ അങ്കിള് വഴിയിട്ട് ഒരാൾ ഇടിക്കുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. സത്യമാണോടാ പറയണേ? അച്ഛൻ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ആൾത്താരെ ഒരു പല്ലീനെ കണ്ടു. ആ കുർബാന പുസ്തകം ഇട്ടിട്ട് ഓടിയവനവൻ. അവൻ അച്ഛനെ രക്ഷിക്കാൻ പോകുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്താം. നാളെ കാണാം. വീട്ടിലേക്ക് വിട്ടു. അച്ഛോ, ഒരു കാര്യം കൂടി. ഇപ്പൊ ഈ ജോണിച്ചായനും ഇവന്റെ അച്ഛനും ഭയങ്കര ഫ്രണ്ട്സാ. ആണോ? ആ,
അവര് രണ്ടുപേരും വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പേങ്ങാൻ ടെററാ. ഞാനും കണ്ടതാ, റോഡിൽ കിടന്ന് ഭയങ്കര ഇടി. മതി മതി മതി, ബാക്കി അതൊക്കെ നാളെ. നീ വീട്ടിൽ പോയിക്കോ. അപ്പൊ പിതാവ് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്ന പണിയാണല്ലേ. മോനെ, എടാ മോനെ, മോനെ, എടാ ഇച്ചിരി വെള്ളം അപ്പനെ കൊണ്ടുപോടാ മോനെ. എടാ കൊച്ചിനെ. എടാ ചാച്ചൻ വിളിച്ച കേട്ടില്ലടാ. മതി മോളെ, അവിടെ വെച്ചാരെ. ഓ, അവന്റെ ഒരു മൊബൈലുകളിൽ ഏത് നേരം നോക്കിയാലും ഇതേ കുത്തിക്കൊണ്ടിരുന്നോളൂ. ഇവിടെ ആരെയും ചത്തപ്പോൾ നീ അറിയല്ലോടാ. നിന്നെ ഇനി ഞാൻ കാണിച്ചു തരാം. തന്നില്ല നീ എന്നാ ചെയ്യും? ഇനി ഇത് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന എനിക്ക് കാണണം. മമ്മി, മര്യാദയ്ക്ക് എന്റെ മൊബൈലാണോ? അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അറിഞ്ഞു പൊട്ടിക്കും. നാശം പിടിക്കാനായിട്ട്. എന്നാ നിന്റെ മൊബൈൽ എന്നെ കൊണ്ട് കാണിക്കും. നീ ഒന്നും ഒരിക്കലും മനസ്സമാധാനം തരത്തില്ല. നീ ഇന്നലെ ആ കീരത്തെ ചെറുക്കനായിട്ട് വഴക്കുണ്ടാക്കിയോടാ? വഴക്കുണ്ടാക്കിയോന്ന് എന്തിനാടാ നീ വഴക്കുണ്ടാക്കിയ? പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും. പറയാൻ ഞാൻ പറയാം. എന്നാണ് പിള്ളേരെ എന്നാണോ എന്നോട് അടി ഉണ്ടാക്കുന്നത്? ഇവൻ അവനെ ഫ്രീ ഫയർ തോപ്പിച്ചെന്ന് രാവിലെ തൊട്ട് അടിയ. ഫ്രീ ഫയർ കോപ്പ് നിർത്തിക്കാരും കേൾപ്പാരും. നീ ആ ജോണിച്ചേട്ടന് പോകലടാ. എന്തുട്ട് സൈസാടാ ഇതൊക്കെ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ. പറഞ്ഞിട്ടുണ്ടോ? നീ എന്തിനാണ് അവനെ തല്ലിയത്? എന്നാടാ എന്നാടാ നോക്കി നോക്കി പേടിപ്പിക്കുന്നതാ നീ. നിന്നെ ഞാൻ വെറുതെ നന്നാക്കാൻ വന്നിരിക്കുന്നു. എനിക്കിവിടെ മനസ്സമാധാനത്തോടെ റോഡിലൊക്കെ നടക്കാൻ പറ്റുന്നില്ല. ഇവനോട് ഒറ്റ ഒരുത്തും കാരണം അറിയാവോ? നിങ്ങൾ കള്ളം കുടിച്ച് വഴി കിടന്ന് തല്ലും മടക്കം ഉണ്ടാക്കിയത് കണ്ടാ ഇവൻ വളർന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ തല്ലും, എന്നിട്ട് എന്റെ കൊച്ചിനെ തല്ലാൻ വന്നാ മതി. നാട് നന്നാക്കാൻ നടക്കുന്നു. നിന്റെ അപ്പന് പ്രാന്ത. നീ എന്തിനാ ആ പിള്ളേരുമായിട്ട് വടക്ക് പിടിക്കാൻ പോയത്? അപ്പനും മോനും കൂടാ നാട് നന്നാക്കാൻ നടക്കുന്നു. വായിങ്ങോട്ട് ഇങ്ങോട്ട് വാ. എന്നാ വരുന്നില്ലേ? എങ്ങോട്ടെങ്കിലും ചെല്ല്. അപ്പൻ്റെ മോൻ്റെ വാശി എന്നെല്ലാം കാണിക്കും.
മോനെ മോനെ എത്ര നേരമായി പണ്ടാരി ഇത് എവിടെ പോയി കിടക്കുകയാണ് മനുഷ്യർ നിൽക്കാനും മേലെ. അതുമായിട്ടാണോ റോണി ഇങ്ങനെ പെരുമാറുന്നത്? അല്ല, എപ്പോഴും മൊബൈലിൽ കളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വീട്ടിൽ എപ്പോഴും വഴക്കുണ്ടാകാറുള്ളത്. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാ പിടിച്ചുകൊണ്ട് വന്നത്. അത് ശരി. റോണിയുടെ പപ്പ? അയാൾ പുറത്തുണ്ട്. ഒന്നിലും അയാൾക്ക് വിശ്വാസമില്ല. ഇപ്പം തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. താമസിച്ചാൽ ഇനി അതിനും വഴക്ക് പിടിക്കും. എനിക്ക് ജോണി ഒന്ന് കാണണം. നിങ്ങളിവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം. ജോണി, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അതിന് കൗൺസിലിംഗ് തരാണ്ട് എനിക്കല്ലല്ലോ, അവനല്ലേ. ജോണി, നിങ്ങളുടെ മോൻ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനവനെ തീർത്തോളാം. ജോണി, അവൻ കൊല്ലാൻ തീരുമാനിച്ചതേ നിങ്ങളെയാ. അന്നവൻ ടി വി തല്ലി പൊട്ടിച്ചില്ലേ? സത്യത്തിൽ അവൻ ലക്ഷ്യം വെച്ചത് നിങ്ങളുടെ തലയായിരുന്നു. അവനെ ചെയ്യാതെ പോയത് നിങ്ങളോടുള്ള പേടിയുണ്ടാ? ഒന്നെ ചെറുക്കൻ അവൻ ഞാൻ വെച്ചിട്ടുണ്ട്. ആ, ഇത് തന്നെ. ഈ സ്വഭാവമാണ് അവനെ ഇങ്ങനെ ആക്കി തീർത്തത്. എന്തിനു വേദന എടുത്തിയാട്ടം, ഉപദ്രവിക്കൽ. ജോണി, നിങ്ങൾ ഇതുവരെ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു സത്യം അറിയാമോ? വർഷങ്ങളായിട്ട് അവൻ മൊബൈൽ ഗെയിമുകളുടെ അടിമയാണ്. അതാ അവൻ ഇത്ര ക്രൂരനായിപ്പോയത്. നിങ്ങൾ മനുഷ്യനെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നു, അവൻ ഇന്നത് മൊബൈലിൽ ചെയ്യുന്നു. നാളെ അവനത് നേരിട്ട് ചെയ്യും. അവനെ ഇത്രയും ക്രൂരനാക്കി മാറ്റിയത് നിങ്ങളാ. നിങ്ങൾ മാറണം ജോണി, എന്നാലേ അവനും മാറൂ. ഉപദേശവും ആക്രോശവും ശിക്ഷയും ഒന്നുമല്ല ജോണി വേണ്ടത്. ഇത് ജീവിതമാണ്. ജോണി, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ? ഒന്ന് പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിക്കും. പറ്റുമെങ്കിൽ മനസ്സ് തുറന്നൊന്ന് കുമ്പസാരിക്കും. എനിക്ക് പള്ളിയിൽ പോകാനൊന്നും താല്പര്യമില്ല. നിങ്ങൾക്കില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ മകനെയും കുടുംബത്തെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, പിന്നീട് അവനെ ഓർത്ത് കരയാതിരിക്കണമെങ്കിൽ കുറേയൊക്കെ ദൈവവിശ്വാസത്തോടെ ജീവിക്കാൻ നോക്കും. എടൂ, ഞാനും ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യ, അവൾ ഭയങ്കര വിശ്വാസി. കല്യാണത്തിനല്ലാതെ പിന്നെ ഞാൻ പള്ളിയിലോട്ട് കയറിയിട്ടില്ല. പക്ഷേ ഈ അഹങ്കാരമൊക്കെ അങ്ങ് പോയത് ഒരു വില്ലൻ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ്. ക്യാൻസർ. അതിൽ പിന്നെ ഇതുവരെ കൂടെ കൂട്ടാത്ത ഒരാളെ ഞാൻ എൻ്റെ കൂടെ അങ്ങ് കൂട്ടി, ദൈവത്തെ. ഇപ്പം എനിക്ക് മനസ്സമാധാനമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ സുഖമൊക്കെ സന്തോഷമൊക്കെ ഞാൻ അനുഭവിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ കൂടെ കൂട്ടാൻ ഒരു ദുരന്തം ഉണ്ടാകുന്നവരെ കാത്തിരിക്കരുത്. ഓക്കെ ജോണി? പോകാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിനിമയും ഗെയിമുകളെ കുറിച്ചാണ് അല്ലേ? നമ്മൾ ഇതിനോടൊന്നും അഡിക്റ്റഡ് ആവരുത് കേട്ടോ. നമ്മളിപ്പോൾ ചില പശുക്കളെ കണ്ടിട്ടുണ്ട്, കെട്ടയച്ച നമ്മൾ കൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ആവരുത് കേട്ടോ.
പക്ഷെ ചില പശുക്കളുണ്ട് എൻ്റെ കെട്ടഴിച്ചാലും നമ്മുടെ പിന്നാലെ തന്നെ പോന്നോളും. ഗെയിം കളിയും സിനിമകളും ഒക്കെ അങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പരിധിക്ക് ഉള്ളിലായിരിക്കണം. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഈശോയിൽ നിന്നാണ്. മനസ്സിലായോ? പിള്ളേരെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, ഒന്ന് വെള്ളം കുടിച്ചിട്ടോ. ചെല്ലുവാ. ജോണി ചേട്ടാ, നാളെ പള്ളിയിൽ ലേലം വിളിയാണ് കേട്ടോ. മുന്നേ കാണുമല്ലോ അല്ലേ? ഡാ